ഹായ് ഫ്രണ്ട്സ്, നമുക്കത് വായിച്ചു നോക്കിയാലോ. അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ. ജെറേമിയ പുസ്തകങ്ങൾ വായനയാണ്. 3-ാം അധ്യായം 14-ാം തിരുവചനം. എന്താ വചനം പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചാലോ. ആത്മശോധനയുടെയും അനുതാപത്തിൻ്റെയും ഒരു മടക്കയാത്രയുടെയും അവസരമാണ് നോമ്പുകാലം. ഉടമ്പടിയിലെ കൽപ്പനകൾ ലംഘിച്ച് തന്നിൽ നിന്ന് അകന്നുപോയ ജനത്തെ തങ്ങളുടെ സൃഷ്ടാവും രക്ഷകനും നാഥനുമായ പിതാവുമായ തൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാനുള്ള ആഹ്വാനമായിട്ടാണ് ദൈവം അനേകം പ്രവാചകന്മാരെ അയച്ചത്. മിക്കവാറും എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തിരിച്ചു വരാനുള്ള ക്ഷണം. ദൈവം ഇസ്രായേലുമായുള്ള ചെയ്ത ഉടമ്പടിയെ ഒരു വിവാഹ ഉടമ്പടിയായിട്ടാണ് പ്രവാചകന്മാർ ഉപമിച്ചത്. അതിനാൽ ഉടമ്പടി ലംഘനത്തെ വ്യഭിചാരമായി അവർ ചിത്രീകരിച്ചു. വിഗ്രഹാരാധന ഇതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ്. ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.